ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാവില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 24-നോട്. ആരോപണം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയെ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. 24-ന്റെ ഗ്രൗണ്ട് സീറോയിലായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള പറഞ്ഞ് ആ കള്ളം പ്രചരിപ്പിച്ച് ഇപ്പോഴത്തെ വോട്ട് തട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇത് അന്വേഷിക്കുന്നത് വളരെ നിഷ്പക്ഷമായ തരത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിന് ശേഷവും നടന്നിട്ടുണ്ട്. ഞാൻ 100,000 ആളുകളുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഒരു ഫോട്ടോ വെച്ചുകൊണ്ടൊക്കെ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് അല്പത്തരമാണ്. വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. കടകംപള്ളി സുരേന്ദ്രനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാവും വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ രംഗത്തെത്തി. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം കടകംപള്ളി സുരേന്ദ്രനാണ്. കഴക്കൂട്ടത്ത് സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമെന്നും K മുരളീധരൻ 24-നോട് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചൊരു കാര്യമുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് വ്യക്തമാണല്ലോ. അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത്. ഇപ്പോൾ അതൊന്നും ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഒരു മന്ത്രി? ദേവസ്വം ബോർഡ് മാത്രം പോരെ? അപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ കഴക്കൂട്ടത്തിൽ ചർച്ച ചെയ്യും. അത് മറയ്ക്കാനുള്ള ഒരുതരം വ്യഗ്രതയായിരുന്നു ഈ കൊടിമരപ്പന പ്രതിഷ്ഠ. തീർച്ചയായും അത് മറയ്ക്കാൻ വേണ്ടി മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലും കള്ളനാക്കാൻ നോക്കി. അപ്പോൾ അതാണ് ഇന്നലെ കോടതി വിധിയോടുകൂടെ തിരിച്ചടി കിട്ടിയത്. തനേഷ് തമ്പിയും ഷഫീദ് റാവത്തും കൂടി ചേരുന്നു. തനേഷ്, ഇവിടെ മന്ത്രിക്ക് തന്നെയാണ് ധാർമ്മികമായും രാഷ്ട്രീയമായും സകലമായ ഉത്തരവാദിത്വം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ തുറന്ന സമ്മതിക്കൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മന്ത്രി തെരഞ്ഞെടുപ്പ് മുഖത്ത് തുറന്ന് സമ്മതിക്കുകയാണ്. തനേഷ്, ഹാഷ്മി, കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് അത് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് തന്നെ അത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾ LDFിനെതിരെ UDFും BJPയും നിരന്തരം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഗ്രൗണ്ട് സീറോ കടകംപള്ളി സുരേന്ദ്രനുമായി സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊന്നും കഴക്കൂട്ട മണ്ഡലത്തിൽ ഏശാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല. സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതി നേരിട്ടാണ് ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും അക്കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർണായകമായ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് മുൻപൊക്കെ ദേവസ്വം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് ബാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ഒക്കെ ആരോപിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല LDFോ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോ ഒക്കെ. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ തീർത്ത് കഴിയില്ല എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതായത് മന്ത്രിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് തൻ്റെ കാലത്ത് മാത്രമല്ല, തനിക്ക് മുമ്പുള്ള കാലത്തും ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ മന്ത്രിമാർക്കും ആ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്തം തനിക്കുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. തനേഷ്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസങ്ങൾ ഇത്രയായിട്ടും ശബരിമല കാര്യമായ ഇലക്ഷൻ പ്രചരണ വിഷയമായി വന്നിട്ടില്ല. തദ്ദേശത്തിൽ അതായിരുന്നുവെങ്കിൽ കൂടിയും ഇന്നലെ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ UDF ഭരണസമിതിയുടെ ഭാഗത്ത് പിഴവില്ല, അത് ഏതെങ്കിലും വിധത്തിൽ ക്രമക്കേടില്ല എന്ന ഹൈക്കോടതി തീർപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ, കടകംപള്ളിയുടെ ഈ പ്രതികരണം കൂടി വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി ശബരിമല വീണ്ടും എമർജ് ചെയ്യും, അതുറപ്പ്. തനേഷ്, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രചരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എങ്കിൽ പോലും കഴക്കൂട്ട മണ്ഡലത്തിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. UDFും BJPയും ഒക്കെ ആ വിഷയം നിരന്തരം ആവർത്തിച്ചുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് നേതാക്കളൊക്കെ കഴക്കൂട്ടത്തെത്തുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പോറ്റി മുത്തുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിഴവും നേരിട്ട് ഉണ്ടായിട്ടില്ല. അതേസമയത്ത് മന്ത്രി എന്ന നിലയിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. അതേസമയം തൊട്ട് മുൻപുള്ള മന്ത്രിസഭകളിലെ മന്ത്രിമാരുടെ കീഴിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം കൂടുതൽ സജീവമാകുകയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ തനിക്ക് കൂടി ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന തുറന്ന് സമ്മതിക്കലിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ആശ്മി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.